എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം പക്വതയെക്കുറിച്ചാണ്. പക്വത ഏറ്റവും മനുഷ്യന് വേണ്ട ഒരു ഗുണമാണ്. സവിശേഷമായൊരു ഗുണം തന്നെ പറയാം പക്വത. ഇന്ന് പക്വത ഇല്ലാതെ പക്വമായ രീതിയിൽ ആളുകളോട് പെരുമാറാൻ അറിയാതെ വളരെ അപഹാസ്യരായിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ആളുകളുടെ ഇടയിലൊക്കെ ഒരു സംസാര വിഷയം തന്നെയാവും, അവനൊരു പക്വതയില്ല, അല്ലെങ്കിൽ അവൾക്കൊരു പക്വതയില്ല, മെച്യൂരിറ്റി ഇല്ല. അതൊരു നല്ല അഭിപ്രായമല്ല. പക്വത ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സവിശേഷ ഗുണം തന്നെയാണ് പക്വത. ഈ പക്വത ഇല്ലാത്തതിൻ്റെ പ്രശ്നം കാരണം എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പക്വത ഉള്ള ആളുകളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു പക്വതയുള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നം ആളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്വതയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രശ്നം പരാജയപ്പെട്ടു എന്നിരിക്കെ ആ പ്രശ്നം പരാജയപ്പെടാനായിട്ട് എൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ, ഞാൻ കാരണമാണോ അത് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ പ്രശ്നം കൊണ്ടാണോ അത് പരാജയപ്പെട്ടതെന്ന് ആദ്യം തന്നെ അവർ അതൊന്ന് നോക്കും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിരുത്തിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ പക്വത ഉള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ നേരെ മറിച്ച് പക്വത ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു പരാജയം എന്തുകൊണ്ടോ സംഭവിച്ചാലും, അത് അയാളുടെ കുറ്റം കൊണ്ടായാലും ആരുടെ എങ്ങനെയാണെന്നറിയില്ല, പരാജയപ്പെട്ടു, ഉടനടി അയാൾ ചെയ്യുക ആ പരാജയം സംഭവിക്കാനുള്ള കാരണക്കാരെയാണ് ആൾ തേടുക. അവനവനിലേക്ക് നോക്കില്ല. മറ്റുള്ളവർ കാരണമാണ്, അത് കാരണമാണ്, ഇത് കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കില്ല. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ അതിൻ്റെ അന്വേഷണത്തിലായിരിക്കും. പക്വത ഇല്ലാത്ത ആൾ അവനവൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോയെന്നുമാണ് ആദ്യം നോക്കേണ്ടത്. അത് ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കില്ല. അവർ മറ്റുള്ളവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റ് പറ്റിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള കാര്യമാണ് അവർ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ പക്വതയുള്ളവരും പക്വത ഇല്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തന്നെ അതാണ്. പിന്നെ പക്വതയുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിന്, നമ്മുടെ വീട്ടിലെ കാര്യമായാലും പുറത്തായാലും എന്തിനായാലും അവർ വളരെ പക്വമായ രീതിയിൽ പെരുമാറുന്നത് കണ്ടുണ്ട്. ചില ആളുകളെ നമ്മൾ പറയും വളരെ പക്വതയുള്ളതാണ്, വളരെ പക്വമായ രീതിയിൽ, വളരെ മെച്യൂർഡായിട്ടാണ്, ചെറുപ്പക്കാരായിരിക്കും, പക്ഷെ അവർ വളരെ മെച്യൂർഡായിട്ട് പെരുമാറുന്നത് കാണാം. അതേസമയം കുറച്ച് പ്രായമുള്ള ആളുകൾക്കും പക്വത ഇല്ലാത്തവരുണ്ട്. അവർക്ക് പ്രായമായാലും പക്വത ഇല്ല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയും ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സവിശേഷ ഗുണം തന്നെയാണ് പക്വത. നമ്മളെപ്പോഴും പക്വമായ രീതിയിൽ ആളുകളോട് പെരുമാറുമ്പോൾ നമുക്ക് എപ്പോഴും സമൂഹത്തിൽ ആ പക്വതയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു പരിഗണനയുണ്ട്, പ്രത്യേക ഒരു അഭിനന്ദനം എല്ലാതും കിട്ടും. പക്വതയുള്ളവർക്ക്. പക്വത ഇല്ലാത്തവരെ അവനൊരു പക്വതയില്ല, അല്ലെങ്കിൽ അവർക്കൊരു പക്വതയില്ല, ഒരു മെച്യൂരിറ്റി ഇല്ല, എന്താ പറയണ്ടേ, ഏതാ പറയണ്ടേ, എവിടെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു കുട്ടിക്കളി എന്ന് പറയാലോ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും അങ്ങനെയുള്ള ആളുകൾ പെരുമാറുക. അപ്പോൾ പക്വത എന്ന് പറയണത് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ്. അതേപോലെ ഈ പക്വത ഉള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു സമൂഹത്തിലായാലും ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലായാലും എവിടെയോ ആവട്ടെ, അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും. അവനവൻ്റെ കാര്യത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ വല്ലാതെ ശ്രദ്ധിക്കുന്നത് കാണാം. അതായത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ എല്ലാതും ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ഈ പക്വതയുള്ളവർക്ക് സാധിക്കാറുണ്ട്. നേരെ മറിച്ച് പക്വതയില്ലാത്തവർ എന്താ വിചാരിക്കുക, എന്തിനിപ്പോൾ ഞാൻ അവരുടെയൊക്കെ കാര്യം അന്വേഷിക്കണേ, അവരുടെ കാര്യമൊക്കെ അവരന്വേഷിച്ചോളും. ഒരു കൂട്ടായിട്ട് ചിലപ്പോൾ ഇരിക്കാവോ, അല്ലെങ്കിൽ പോവായോ, അല്ലെങ്കിൽ വീടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലമായിരിക്കാം, എന്തോ എങ്ങനെയായാലും നമ്മളങ്ങനെ ഒരു സമൂഹമായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഈ പക്വതയുള്ളവരാണ്. അവർ പക്വമായ രീതിയിൽ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുക പക്വതയുള്ള ആളുകളാണ്. നേരെ മറിച്ച് പക്വത ഇല്ലാത്ത ഒരാൾ അതിനൊന്നും മുതിരില്ല.
അവരുടെ മനസ്സിൽ തന്നെ അവർ തീരുമാനിക്കുക, അവരുടെ കാര്യമൊക്കെ അവരന്വേഷിച്ചോളും. നമ്മളെന്തിനാ അവരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പോണേ? അതൊരു ശരിയായ സ്വഭാവ രീതിയല്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പക്വമായ രീതിയിൽ തന്നെ പെരുമാറണം. പക്വതയും മെച്യൂരിറ്റി ഉള്ള ആളുകൾക്ക് എപ്പോഴും ഒരു പരിഗണനയുണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് ആളോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അതായത് എല്ലാതും വളരെ ഡീസൻ്റായിട്ടും ഒന്നും നമ്മൾ പറയണ്ട, എല്ലാ കാര്യങ്ങളും അയാൾ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പറയാറുണ്ട് ചില ആളുകൾ. അതിതാണ് ഈ പക്വതയില്ലാത്ത ആളുകൾക്ക് ഒന്നും അറിയില്ല, അവർക്കൊന്നിനും പക്വതയില്ല. അവരെപ്പോഴും ചെറിയ കുട്ടികളുടെ പോലെ കുട്ടിത്തായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും. അവരോടെല്ലാതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇന്നത് ചെയ്യുന്നത്. നേരെ മറിച്ച് പക്വത ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയേണ്ടി വരില്ല, അവരെല്ലാതും കണ്ടറിഞ്ഞ് ചെയ്യും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളെപ്പോൾ പിന്നെ ഒരു ഔചിത്യബോധം ഉണ്ടാവില്ല. ഔചിത്യബോധം എന്ന് നമ്മൾ പറയാം, ഔചിത്യം. അതായത് എവിടേക്കാണ് കയറി ചെല്ലണ്ടേ, അവിടെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് അവിടെ പോണത്, നമുക്ക് ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ കയറി ചെല്ലുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുക, അത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് ഈ പക്വതയില്ലാത്തവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതായത് നമ്മളെ വലിയ അത്യാവശ്യം ഇല്ലാത്ത സ്ഥലത്തും കയറി അങ്ങോട്ട് ചെല്ലും, ഇടിച്ച് കയറി ചെല്ലാതെ കേട്ടിട്ട്. അങ്ങനെ ഇടിച്ച് കയറി ചെന്ന് ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടക്കുകയാണെങ്കിൽ അവിടെ ആയാലും ആളുടെ വലിയ അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആളതിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറി നിന്ന് അവിടെ വലിയ ആളായിട്ട് നിൽക്കും. അതൊക്കെ പക്വതക്കുറവാണ്. നമ്മൾ എപ്പോഴും ഡീസൻസി അഥവാ പക്വത അഥവാ മെച്യൂരിറ്റി എന്ന് പറയുന്ന പോലെ, അതൊക്കെ മെച്യൂരിറ്റി നമുക്ക് പ്രായം കൊണ്ടുണ്ടാവണമെന്നല്ല. അത് ചില പ്രായമായ ആളുകൾക്കും അവർ അത്രയൊന്നും മെച്യൂരിറ്റി കാട്ടണവരല്ല. നേരെ മറിച്ച് ചെറുപ്പം പിള്ളേർ മെച്യൂർഡായിട്ടുള്ള വളരെ മെച്യൂരിറ്റിയിൽ പെരുമാറുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് സ്വയം നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ പക്വമായ പെരുമാറ്റം. അപ്പോൾ അത് എല്ലാവരും പക്വതയോടുകൂടി പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പക്വതയില്ലാത്തവരുടെ മെയിനായിട്ടുള്ളൊരു സ്വഭാവ വിശേഷത എന്ന് പറയുന്ന സവിശേഷത ദേഷ്യമാണ്. ആരോടും അവർ ദേഷ്യപ്പെടും. ഇന്ന ആളോടൊന്നുമില്ല ദേഷ്യപ്പെടാനായിട്ട്, അവർക്ക് കാരണം വേണമെന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ ദേഷ്യപ്പെടും. അതൊരു പക്വതക്കുറവാണ്. നമ്മളിങ്ങനെ എല്ലാവരോടും ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ട് ഒക്കെ പെരുമാറുന്നത് ഒരു പക്വതക്കുറവിൻ്റെ ഒരു ലക്ഷണം തന്നെയാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പക്വത ഇല്ലാത്തവരാവാൻ പാടില്ല. നമ്മൾ പക്വമായ രീതിയിൽ പെരുമാറി നമ്മൾ പക്വതയോടുകൂടി ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് സമൂഹത്തിലൊരു സ്ഥാനം, മറ്റുള്ളവരുടെ മനസ്സിലും ഒക്കെ നമുക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ വളരെയധികം പക്വതയോട് നമ്മുടെ വയസ്സിന് നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറണം. അപ്പോൾ കൂടുതൽ പക്വത ഉണ്ടാവും. ഇത് നമുക്ക് 60-70 വയസ്സായി കഴിഞ്ഞാൽ 15 വയസ്സായ കുട്ടികളെ പോലെ പെരുമാറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തവരെ പോലെ പെരുമാറാൻ പാടില്ല. അതായത് മറ്റുള്ളവരുടെ മനസ്സറിയാതെ അവരുടെ വികാരങ്ങൾ അറിയാതെ ഒന്നും നമ്മൾ പെരുമാറരുത്. അതൊക്കെ ചിലവർക്ക് കണ്ട് മനസ്സിലാക്കുമവർ, ചിലവരോട് പറഞ്ഞാൽ ഇനി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലെ പക്വത നമ്മുടെ ഏറ്റവും വലിയൊരു സവിശേഷ ഗുണമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമ്മൾ പക്വതയോടുകൂടി എല്ലാവരോടും പെരുമാറാൻ ശ്രദ്ധിക്കുക. പക്വതയോടുകൂടി പെരുമാറുന്ന ആളുകൾക്ക് എപ്പോഴും ആളുകളുടെ മനസ്സിൻ്റെ വലിയൊരു സ്ഥാനമുണ്ട്. അവർക്ക് നല്ലൊരു ബഹുമാനവും വലിയൊരു സ്ഥാനം കൊടുക്കും ആളുകൾ, പക്വതയോടുകൂടി പെരുമാറുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മളങ്ങനെ പക്വതയോടുകൂടി പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കേ.